എത്ര നേരം ധ്യാനിക്കണം, ഒരു ദിവസം എത്ര പ്രാവശ്യം ധ്യാനിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രൂപധ്യാനത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട്. നമ്മളൊരു രൂപം തിരഞ്ഞെടുത്തു, കുറച്ച് സമയമെടുക്കും നമുക്ക് പറ്റിയ നമ്മളുമായിട്ട് യോജിച്ച ഒരു രൂപത്തെ തിരഞ്ഞെടുക്കാൻ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രമോ ശില്പമോ പുറത്തു വച്ചു, അത് വളരെ സൂക്ഷ്മമായി നോക്കി, കണ്ണടച്ചു. നമ്മുടെ മനസ്സിൽ അതേ രൂപം തെളിഞ്ഞ് വരുന്നത് വരെ ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കുറച്ചു കാലത്തെ അഭ്യാസത്തിന് ശേഷം നമ്മൾ പുറത്ത് കാണുന്ന രൂപം അതേപോലെ അകത്ത് തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അങ്ങനെ അകത്ത് തെളിഞ്ഞ് കണ്ടു തുടങ്ങുമ്പം നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ആ ചിത്രത്തെ നമ്മുടേതാക്കി മാറ്റാം. അതിനുശേഷം ഇപ്പം നമ്മളൊരു രൂപമാണ് ധ്യാനിക്കുന്നത്, ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ രൂപമാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആദ്യം അതിനെ ആകത്തൊക്കെയായിട്ടൊന്ന് കാണണം. അതിനുശേഷം ആ ഭഗവാന്റെയോ ഭഗവതിയുടെയോ രൂപം വളരെ വിശദമായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കാണണം. ഭാഗവതം കേൾക്കുന്ന അവസരത്തിൽ നമ്മളിത് കേട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ കാലുകൾ, കണങ്കാലുകൾ, മുട്ടുകൾ, തുടകൾ, അരക്കെട്ട്, അങ്ങനെ ഓരോ ഭാഗവും വളരെ വിശദമായി കണ്ട് നമുക്ക് ഇതിനെ ആകമാനം കാണാൻ സാധിക്കണം. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തെ വിശദമായി കാണാനും നമുക്ക് സാധിക്കണം. ഭാഗവതത്തിൽ ഈ സ്വരൂപ ധ്യാനത്തിലൂടെ അരൂപധ്യാനത്തിലേക്ക് എത്തുന്ന രീതി 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവഗീതയിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ആ ധ്യാനം ഒരു ഗൈഡഡ് മെഡിറ്റേഷനായിട്ട് നമ്മുടെ ഉദ്ധവഗീതയിൽ നമുക്കിപ്പോൾ ലഭ്യമാണ് താനും. 11ാം സ്കന്ധം എത്തുമ്പോൾ നമുക്കത് വളരെ വിശദമായിട്ട് ഒന്നുകൂടി കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോ രൂപം, ഓരോ ഭാഗം നമ്മൾ മനസ്സിലിങ്ങനെ കണ്ട് ക്രമേണ നമ്മുടെ ധ്യാനം ഏതെങ്കിലും ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചായിരിക്കണം. അത് നമുക്ക് ആ രൂപത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏത് ഭാഗം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പൊതുവേ യോഗികൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെയാണ് തിരഞ്ഞെടുക്കാറ് പതിവ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഭഗവാന്റെ ഭഗവതിയുടെ സ്വരൂപത്തിലെ ഒരു ഭാഗത്തെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കണം കണ്ണടച്ചു കഴിഞ്ഞാൽ. അപ്പം അത് രൂപധ്യാനത്തെ പറ്റി വിട്ടുപോയതാണ്, അതിവിടെ പറഞ്ഞു. ഇനി നമുക്ക് സമയമാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം ഉപയോഗിച്ചും, അതായത് നാമം ഉപയോഗിച്ചും ശ്വാസം ഉപയോഗിച്ചുമുള്ള ധ്യാനത്തിലേക്ക് കടക്കാം. എത്ര നേരം ഇരിക്കണം? പഴയ ഒരു കണക്കനുസരിച്ചിട്ട് 24 മിനിറ്റ്, ഒരു നാഴിക നേരമാണ് ഇരിക്കേണ്ടത്. അത് വളരെ പണ്ട് കാലം മുതലേ ഭാരതത്തിൽ പ്രചരിച്ചു വന്നിരുന്ന ഒരു കണക്കാണത്. ഒരു നാഴിക നേരം ഇരിക്കുക. 2 നാഴിക ആണ് ഒരു മുഹൂർത്തം, 48 മിനിറ്റ്. അപ്പം അർദ്ധമുഹൂർത്തം, ഒരു നാഴികയാണ് ധ്യാനത്തിന് ഇരിക്കേണ്ടത്. 24 മിനിറ്റ്. 24 മിനിറ്റ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മ ശരീരത്തിൽ ശക്തി ഒരു പ്രാവശ്യം നമ്മുടെ ശരീരം മുഴുവൻ ചുറ്റിക്കറങ്ങി വരാനെടുക്കുന്ന സമയമാണ്. ശക്തി നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് വ്യാപിച്ച് തിരിച്ചു വരാനെടുക്കുന്ന സമയമാണ് 24 മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 24 മിനിറ്റ് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ കാലത്ത് 24 മിനിറ്റ് അല്ല പലരും പ്രാധാന്യത്തോടുകൂടി പറയുന്നത്, 20 മിനിറ്റാണ് പറയുന്നത്. 20 മിനിറ്റോ 24 മിനിറ്റോ നമുക്ക് ഏതാണോ സൗകര്യം അതെടുക്കാം. 20 മിനിറ്റ് എടുക്കുന്നവരുടെ അഭിപ്രായ പ്രകാരം ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ, അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നത് 20 മിനിറ്റാണെന്നാണ്. ചില പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർ 20 മിനിറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 20 മിനിറ്റ് വേണമോ 24 മിനിറ്റ് വേണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ 20-24 മിനിറ്റ് തിരഞ്ഞെടുത്ത് ആ സമയമാണ് നമ്മൾ ഈ ധ്യാനം പരിശീലിക്കേണ്ടത്. ഒരു ടൈമർ ഉപയോഗിക്കാം. കൃത്യസമയം നോക്കേണ്ടതാണ്. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു സുഖം തോന്നും ഈ ധ്യാനത്തിൽ. അപ്പോൾ അത് കൂടുതലാകാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്ത മടിയും
പ്രയാസവും ഒക്കെ തോന്നും. അപ്പോൾ അത് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളതല്ല വിഷയം. ധ്യാനിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എത്ര നേരം ധ്യാനിക്കാൻ ഇരിക്കാൻ തീരുമാനിച്ചുവോ അത്ര നേരം നമ്മൾ ഇരിക്കണം. അപ്പോൾ ടൈമർ ഉപയോഗിക്കാവുന്നതാണ്. ടൈമർ ഉപയോഗിച്ചിട്ട് നമുക്ക് സമയം സെറ്റ് ചെയ്യാം, 20 24 മിനിറ്റ്. ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഒരു നേരം തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. 2 നേരമെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഒരു ദിവസം തുടങ്ങുമ്പോഴും ആ ദിവസം അവസാനിക്കുമ്പോഴും ധ്യാനത്തോടു കൂടി ആവാം. അപ്പം ധ്യാനപുടിതമായി ദിവസങ്ങൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ 2 നേരമെങ്കിലും ഒരു ദിവസം ധ്യാനിക്കാൻ ശ്രമിക്കണം. കഴിയുന്നതും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം. മുടങ്ങിയ കുഴപ്പമൊന്നുമില്ല. മുടങ്ങിയതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയോ മുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുകയോ അതൊന്നുമില്ല. പക്ഷേ ഇത് നിരന്തരം അഭ്യസിക്കുന്നതിലൂടെയാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ 2 നേരമെങ്കിലും ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കണം. ഇനി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ പണിയൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം വിശ്രമത്തിൻ്റെ സമയമാണ്. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 24 മിനിറ്റ് എന്നുള്ളതിന് പകരം 10 മിനിറ്റിൻ്റെ 5 6 8 സെഷൻസ് ചെയ്യാം. 10 മിനിറ്റ് ഇരിക്കുക, ധ്യാനിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇരിക്കുക. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് 10 മിനിറ്റിൻ്റെ സെഷൻസ് ഒരു 6 8 പ്രാവശ്യം ചെയ്യാം. 20 മിനിറ്റിൻ്റേതും ചെയ്യാം. പക്ഷെ അത് 6 8 പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൂടുതലായി പോകും. അപ്പോൾ 20 മിനിറ്റോ 24 മിനിറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ 3 4 സെഷൻസ് ചെയ്താൽ മതി. അങ്ങനെ ചെറിയ സെഷൻസ് കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുക. പതുക്കെ 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 മനസ്സ് നമുക്ക് സ്വാധീനമായി തീരും. മനസ്സ് സ്വാധീനമാവുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ കുറഞ്ഞ് 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 വരും. അപ്പം ഇതാണ് എത്ര നേരം ജപിക്കണം, എത്ര പ്രാവശ്യം ജപിക്കണം. ഇനി എപ്പോഴാണ് ജപിക്കേണ്ടത്? എപ്പോഴാണോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ സമയമുള്ളത് അപ്പോൾ ധ്യാനിക്കാം. എപ്പോഴാണ് ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ജപിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ഈ ചോദ്യത്തിനൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എപ്പോഴൊക്കെയാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ 2 നേരമെങ്കിലും സമയമുണ്ടാക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ അത് രാവിലെ വേണമോ രാത്രി വേണമോ അതെപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. രാവിലെയും രാത്രിയുമാണ് എല്ലാവരും തിരഞ്ഞെടുക്കുക. പക്ഷെ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഉറക്കം ഇല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആകെപ്പാടെ എനർജറ്റിക് ആകും, നമ്മളാകെ റീഫ്രഷ്ഡ് ആകും. ആ സമയം അപ്പോൾ നമുക്ക് ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ധ്യാനിക്കുന്നത് പരിശോധിച്ചിട്ട് വേണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വേണം തിരഞ്ഞെടുക്കാൻ. ചിലർക്കത് പറ്റും, ചിലർക്കത് പറ്റില്ല. വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ധ്യാനിക്കാൻ ഇരിക്കുകയും അരുത്. അത് കാരണം ഉറക്കത്തിലേക്കാണ് അത് പോവുക. ധ്യാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്കിയൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പം തിരഞ്ഞെടുക്കാം. ഇതിന് കുളിക്കണം എന്നൊന്നുമില്ല, കുളിച്ചത് കൊണ്ട് കുഴപ്പമില്ല. കുളിച്ചിട്ടേ ധ്യാനിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കിടക്കപ്പായയിലിരുന്നും ധ്യാനിക്കാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിന് ശുദ്ധാശുദ്ധങ്ങളോ അങ്ങനെ യാതൊരു കാര്യവും ബാധകം അല്ല. വളരെ ഉയർന്ന ഒരു സമ്പ്രദായമാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് ഈ നിയമങ്ങളൊന്നും ഇതിന് ബാധകം അല്ലാത്തത്. ഇത്രയും സമയത്തെ പറ്റി. ഇനി ബാക്കി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ രൂപധ്യാനത്തെ വളരെ വിശദമായിട്ട് കേട്ടു. എത്ര നേരം എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതുമൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. ഇനി നമുക്ക് ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള ധ്യാനമാണ്. ചിലർ ശബ്ദമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. രൂപം തിരഞ്ഞെടുത്തിട്ടുള്ളവർക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ശബ്ദം തിരഞ്ഞെടുത്തിട്ടുള്ളവർ, ശബ്ദം ബീജാക്ഷരങ്ങളോ
ബീജാക്ഷരങ്ങൾ ഒന്നായിരിക്കും, നാമം തിരഞ്ഞെടുക്കാൻ 2, 3, 4 അക്ഷരങ്ങൾ. അതിൽ കൂടുതലായാൽ ആവർത്തിച്ച് ഉരുവിടാനുള്ള പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് 4ൽ കൂടുതലാകരുത് എന്ന് പറയാൻ കാരണം. ബീജാക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അനുസ്വാരത്തോടും വിസർഗത്തോടും കൂടി ചേർന്നാൽ, അനുസാരമോ വിസർഗമോ ചേർന്ന സ്വരങ്ങളാണ് വാസ്തവത്തിൽ ബീജാക്ഷരങ്ങൾ. ഈ സ്വരങ്ങളുടെ കൂടെ വ്യഞ്ജനവും കൂടി കൂടിയാൽ, ഒരു വ്യഞ്ജനം ഒന്നോ അതിലധികമോ വ്യഞ്ജനങ്ങളും ഒരു സ്വരവും അനുസ്വാരമോ വിസർഗമോ കൂടിയാൽ അതിനെ പിണ്ഡമന്ത്രം എന്നാണ് പറയുക. പിണ്ഡം എന്നാണ് പറയുക. ബീജവും പിണ്ഡവും. പിണ്ഡങ്ങൾ ഒരുപാട് വ്യഞ്ജനങ്ങൾ ചേർന്നിട്ട് പിണ്ഡമന്ത്രങ്ങളുണ്ട്. അത് ഉച്ചരിക്കാൻ വളരെ പ്രയാസകരമായതാണ്. അങ്ങനെയുള്ളതൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ചിന്താമണി മന്ത്രം, അത് വളരെ പ്രയാസമാണ് ഉച്ചരിക്കാൻ. അത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ അറിയാവുന്നവർ ഇന്നുണ്ടോ എന്നുള്ളതും സംശയം ആണ്. തുമ്പുരു ബീജം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസകരമായിട്ടുള്ള ബീജാക്ഷരമാണ്. നാരസിംഹ ബീജം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ബീജമാണ്. അങ്ങനെയുള്ള ബീജാക്ഷരങ്ങളൊക്കെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് ബീജാക്ഷരം തിരഞ്ഞെടുത്താലും ഒരേ ഫലമാണ് എന്നുള്ളത് കൊണ്ട് ലളിതമായിട്ടും ഉച്ചരിക്കാൻ എളുപ്പമായിട്ടുള്ളതും തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അപ്പം നമുക്ക് സ്വീകാര്യമായ ഒരു നാമമോ ബീജാക്ഷരമോ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കണം. ചമ്രം പടിഞ്ഞോ കസേരയിലോ മറ്റേതെങ്കിലും രീതിയിലോ ഇരിക്കുക. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരീരം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരിക്കണം. ശരീരത്തിൽ പിടിയും വലിയും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തല മുതൽ കാല് വരെ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ടൈറ്റൻഡ് ആണെങ്കിൽ, ഇറുക്കമുള്ളതാണെങ്കിൽ അതിനെ പതുക്കെ അയക്കാൻ ശ്രമിക്കുക. ചില പിരിമുറുക്കങ്ങൾ നമ്മൾ അയക്കാൻ ശ്രമിച്ചാൽ അത് മറ്റൊരു പിരിമുറുക്കത്തിന് കാരണമാകാം. അങ്ങനെയാണെങ്കിൽ അതിനെ വെറുതെ വിടുക. പക്ഷെ അറിയുക, നമ്മുടെ ഇടത്തെ ഭാഗത്തെ ഇടുപ്പിനൊരു പിരിമുറുക്കമുണ്ട്, അതിനെ അയക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല, അതിനെ വെറുതെ വിടുക. അപ്പം തല മുതൽ കാല് വരെ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യുക. എല്ലാ ഭാഗവും റിലാക്സ്ഡ് അല്ലേ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണുകളുടെ മസിൽസ് റിലാക്സ്ഡ് ആക്കാൻ ശ്രമിക്കണം. മൂക്ക് റിലാക്സ്ഡ് ആയിരിക്കണം. ചുണ്ടുകളുടെ 2 സൈഡുകളും റിലാക്സ്ഡ് ആയിരിക്കണം. താടിയെല്ലുകൾ റിലാക്സ്ഡ് ആയിരിക്കണം. താടിയെല്ലുകൾ റിലാക്സ്ഡ് ആകുമ്പം അത് ഒന്ന് താഴും. അപ്പം ചിലപ്പം 2 ചുണ്ടുകൾക്കും ഇടയിൽ ഒരു ചെറിയ വിടവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. അതായത് താടിയെല്ലുകൾ താഴുന്നത് റിലാക്സ്ഡ് ആകുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പം ചിലപ്പം 2 ചുണ്ടുകളും തമ്മിലൊരു ചെറിയ വിടവ് വരും. നാക്ക് ഈ മുകളിലത്തെ പല്ലിൻ്റെ പുറകിൽ അപ്പർ പാലറ്റിൽ തൊട്ട് വയ്ക്കാം. കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളും തോളുകളിലെയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ആവുന്നില്ല എന്നുള്ളത് അറിയണം. അങ്ങനെ ശരീരം മുഴുവനും ഒന്ന് മനസ്സുകൊണ്ട് സ്കാൻ ചെയ്ത് ശരീരത്തിൽ എവിടെയെങ്കിലും പിരിമുറുക്കമുണ്ടെങ്കിൽ അതിനെ അയക്കാൻ ശ്രമിച്ച്, അയയുന്നില്ല എന്നുണ്ടെങ്കിൽ അയയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ നമ്മുടെ മന്ത്രത്തിലേക്ക് വരണം. രൂപത്തിലേക്കാണെങ്കിൽ രൂപത്തിലേക്ക്, മന്ത്രത്തിലേക്കാണെങ്കിൽ മന്ത്രത്തിലേക്ക് വരണം. മന്ത്രമോ നാമമോ ശബ്ദത്തിലേക്ക് വരണം. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇത് ബോധപൂർവം ഉച്ചരിക്കേണ്ടി വരും. നമ്മൾ ഏത് ശബ്ദമാണോ ആവർത്തിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ബോധപൂർവം ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ ശബ്ദത്തെ ബോധപൂർവം ആവർത്തിക്കണം. കുറച്ച് കാലത്തെ അഭ്യാസം കൊണ്ട് അനായാസേന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ഈ ശബ്ദം നമ്മളുടെ ഒരു പ്രയത്നവും കൂടാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ ഒരു 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 കുളത്തിൻ്റെ അടിയിൽ നിന്ന്
വായു മുകളിലേക്ക് അനായാസമായി കുമിളയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് പോലെ ഈ മന്ത്രം അനായാസമായിട്ട് നമ്മളിലേക്ക് വരും. കുറച്ച് കാലത്തെ ബോധപൂർവമുള്ള അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ കുറച്ച് കാലം ബോധപൂർവം അഭ്യസിച്ച് കഴിഞ്ഞാൽ അനായാസമായിട്ട് ഈ ശബ്ദം നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഈ രൂപവും ഈ ശബ്ദവും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത്, അത് രൂപമാണെങ്കിലും ശബ്ദമാണെങ്കിലും ഇനി പറയാൻ പോകുന്ന ശ്വാസമാണെങ്കിലും, നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ മനസ്സിലേക്ക് വെള്ളച്ചാട്ടം പോലെ ചിന്തകളുടെ ആധിക്യം ഉണ്ടാകാൻ തുടങ്ങും. ചില ചിന്തകൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ചിന്തകളുടെ ആധിക്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചില ചിന്തകൾ നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതും സ്വാഭാവികമാണ്. അങ്ങനെ ചിന്തകൾ നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ച് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചിന്ത നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ആ സമയത്ത് കുറ്റബോധമില്ലാതെ, മനോവിഷമമില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ പതുക്കെ നമ്മളുടെ ധ്യാന വിഷയത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, റിലാക്സ് ആവണം. അതായത് ടെൻസ് ആവാതെ, അയ്യോ ഞാൻ ധ്യാനിക്കാനിരിക്കുകയായിരുന്നല്ലോ, എൻ്റെ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോകുന്നു, എൻ്റെ മനസ്സ് ഒട്ടും നിയന്ത്രണത്തിലല്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ധ്യാനിക്കുക, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. കാരണം ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയകളാണ്. ഈ സ്വാഭാവികമായ പ്രക്രിയകളെ പതുക്കെ ശാന്തമാക്കാനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ധ്യാന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് എവല്യൂഷനിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കഴിവും കൂടിയാണ്. കാടുകളിൽ ഒരേ കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ ഇരയാക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് മറ്റ് മൃഗങ്ങൾ ആഹാരം അന്വേഷിച്ച് നടക്കുമ്പോൾ ആ മൃഗങ്ങളുടെ വരവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിച്ച് ചുറ്റുപാടുകളിലേക്കും പായിപ്പിക്കേണ്ടി വരും. അപ്പം എവല്യൂഷനിൽ നമുക്ക് ജീവപരിണാമത്തിൽ ജീവനുണ്ടായിട്ടുള്ള ഒരു സവിശേഷ സംരക്ഷണ കവചമാണ് ഈ അശ്രദ്ധ. നമ്മൾ ഏത് മൃഗത്തെ വേണമെങ്കിലും നോക്കിക്കോളൂ, അത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒറ്റയടിക്ക്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന സുരക്ഷിതമായി വളർത്തുന്ന മൃഗങ്ങൾ പോലും ആഹാരം കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് അത് മുഴുവൻ കഴിക്കില്ല. കുറച്ച് കഴിക്കും, പിന്നെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കും, പിന്നെ കുറച്ച് കഴിക്കും, പിന്നെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കും. അത് ശരിക്കും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പം നമ്മൾ ധ്യാനിക്കുന്ന സമയത്തും ജപിക്കുന്ന സമയത്തുമൊക്കെ പരാതിപ്പെടുന്നത് വാസ്തവത്തിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രകൃതി ഏർപ്പെടുത്തിയ ഒരു സംവിധാനം. നമുക്ക് ശ്രദ്ധ തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ്. അതൊരു അസ്വാഭാവികമായ കാര്യമല്ല, സ്വാഭാവികമായ കാര്യമാണ്. അപ്പം അതിലൊട്ടും പരിതപിച്ചിട്ടോ പരിദേവനം കൊണ്ടിട്ടോ കാര്യമില്ല. അപ്പം ശ്രദ്ധ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പല ചിന്തകളുടെയും പിടിയിൽപ്പെട്ട് ഉഴറുന്നത്. നമ്മൾ ചിന്തകളുടെ വലയത്തിനകത്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം റിലാക്സ് ചെയ്യണം, ടെൻസ് ആവരുത്. റിലാക്സ് ചെയ്യണം, ആ ചിന്തയെ പതുക്കെ റിലീസ് ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. റിലാക്സ്, റിലീസ്, റിട്ടേൺ. റിലാക്സ് ചെയ്യണം, റിലീസ് ചെയ്യണം, ആ ചിന്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ പതുക്കെ റിലീസ് ചെയ്യണം, റിട്ടേൺ. ഏത് ധ്യാന വിഷയമാണോ നാം എടുത്തിരിക്കുന്നത് ആ ധ്യാന വിഷയത്തിലേക്ക് തിരിച്ചു വരണം. ഒരു
ധ്യാന സെഷനിൽ 20-24 മിനിറ്റിൻ്റെ ഒരു സെഷനിൽ പല പ്രാവശ്യം ഇത് സംഭവിക്കും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ധ്യാനിക്കാനിരിക്കുന്ന നിമിഷം മുതൽ മനസ്സ് പല ചിന്തകളുടെ ചേക്കേറിപ്പോകും. പലപ്പോഴും ധ്യാനാവസാനം 20 മിനിറ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ 24 മിനിറ്റിൻ്റെ അവസാനമായിരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക. അതിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ പോരായ്മയും അല്ല, അതൊരു സാധാരണ സംഭവം ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ധ്യാന വിഷയവുമായിട്ട് സംവദിക്കുന്നു, അതാണ് ധ്യാനം. ആ സംവാദത്തിൽ ശ്രദ്ധ തെറ്റിപ്പോയാൽ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. പതുക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഈ നാമം ഇങ്ങനെ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബീജാക്ഷരം, അത് എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ശബ്ദം എന്ന് മാത്രം വിളിക്കുന്നത്. ആ ശബ്ദം നമ്മൾ ആദ്യമൊക്കെ ബോധപൂർവം ആവർത്തിക്കുന്നു, പിന്നീട് അത് യത്നരഹിതമായി അത് നമ്മുടെ മനസ്സിലേക്ക് ധ്യാന സമയത്ത് കുമിളകൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പോലെ താനെ വരാൻ തുടങ്ങും. അപ്പം ഏതുപോലെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അനായാസേനയാണ് വന്നു കയറുന്നത്, അതേപോലെ ഈ മന്ത്രം ആയാസരഹിതമായിട്ട് നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും.